ഞാൻ ഡോക്ടർ MP മണി. ഇന്ന് ശാസ്ത്രത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, കേരളത്തിലുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷൊർണൂർ KA സമാജം ആയുർവേദ കോളേജിലാണ് ഞാൻ പഠിച്ചത്. 1968 ചേർന്നു. 69 ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മെമ്പറായി. ഈ 1968, അതായത് ഞങ്ങളുടെ 1-ാം വർഷം, ആ വർഷത്തെ കോളേജ് വാർഷികത്തിന് ഉദ്ഘാടകൻ അന്നത്തെ ആയുർവേദ ഡയറക്ടറായിരുന്നു, സംസ്ഥാന ആയുർവേദ ഡയറക്ടർ, ഒരു ഡോക്ടർ ശ്രീധരൻ സാറായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഒരു നൂറ്റാണ്ടിൽ ഒരു ചരകനോ ഒരു സുശ്രുതനോ എങ്കിലും ഉണ്ടാകണം. ആയുർവേദത്തിൻ്റെ ഉന്നമനത്തിന് അത് ആവശ്യമാണ്. നിരന്തരം പഠനങ്ങൾ നടത്തണം, ശാസ്ത്രം വേണം, ഗവേഷണം നടണം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നിരത്തി വെച്ചു. പിന്നെ പരിഷത്ത് പ്രവർത്തന കാലത്ത് 1969 മുതൽ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിൽ ഞങ്ങളതിന് ശാസ്ത്ര സായാഹ്നം എന്നാണ് പേരിട്ടിരുന്നത്. അന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് ശാസ്ത്രവും ഗവേഷണവുമായിരുന്നു. അതൊരാവേശമായിരുന്നു. അപ്പോൾ ഈ പരിഷത്ത് പ്രവർത്തകരെ നടക്കുന്ന കാലത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി രംഗത്ത് അവരുടെ കൂടെ നടക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് അതിനേക്കാൾ വലുത് ഇത്തരം കാര്യങ്ങളിലായിരുന്നു. ഈ ജനക്ഷേമകരമായ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ അശാസ്ത്രീയമായി പലതും കാണുമ്പോൾ വേണ്ടപ്പെട്ടവരോട് പറയുമ്പോൾ അവർ പ്രതികരണം മോശമാവും. അന്ന് ഈ ഷൊർണൂരിലെ അവിടെ വാട്ടർ സപ്ലൈ നടത്തിയിരുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലം, അത് അവിടെ വലിയ കാര്യമായ പുരോഗമനമൊന്നും വരുത്തിയിട്ടില്ലായിരുന്നു. മാത്രമല്ല, ഈ ശവമടക്കാൻ ഏറ്റവും ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്ഥലം ഭാരതപ്പുഴയുടെ തീരമായിരുന്നു. ഇവരിത് കൊണ്ടുപോയിട്ട് ഒരു കുഴി ഉണ്ടാക്കി അവിടെ കുഴിച്ചിട്ട് അവർക്ക് പോരും. അപ്പോൾ ഇതിൻ്റെ അടുത്താണ് ഈ പമ്പിങ് സ്റ്റേഷൻ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു, കാരണം ഈ വെള്ളം, ഈ ശവം അഴുകിയ മാലിന്യങ്ങൾ ഈ വെള്ളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതത് ഷൊർണൂർ പഞ്ചായത്ത് അവിടെ പോയി പറഞ്ഞപ്പോൾ അവരൊരു ചിരിച്ചു, അത്ര തന്നെ. അപ്പം ഞാനും ഇപ്പോൾ തൃശ്ശൂർ പരിഷത്ത് ഭവനിലിരിക്കുന്ന KG ജയരാജനും കൂടെ ന്യൂസ് പേപ്പറിൽ കട്ടനീലം കലക്കി അതുകൊണ്ട് എഴുതി, ഷൊർണൂരിലെ ജനങ്ങൾ ശവമൊഴുകിയ വെള്ളം കുടിക്കുന്നു. എന്നിട്ട് ഷൊർണൂർ ടൗണിൽ കുറേ കൊട്ടിച്ചു. നടപടി ഉണ്ടായി. അവിടെ കാവൽക്കാരനെ വയ്ക്കുക എന്നൊക്കെ പരിപാടികളുണ്ടായി. ഇപ്പോൾ അവിടെ വളരെ പുരോഗമിച്ച് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ അത്തരം പരിപാടികളുടെ ശ്മശാനം വന്നു. ഇപ്പോൾ അത്തരം പരിപാടികളില്ല. പക്ഷേ പണ്ടത്തെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ, അത് ഷൊർണൂർ പഞ്ചായത്താണെന്ന് പറഞ്ഞല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഡോക്ടർ KPN മനോജ് സാറായിരുന്നു. അദ്ദേഹം അലോപ്പതി ഡോക്ടറാണ്. LMP, അന്നത്തെ നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ ആദ്യമൊക്കെ കൊടുത്തിരുന്ന ബിരുദം LMP LMS ഒക്കെ ആയിരുന്നു. അപ്പോൾ മനോജ് സാർ LMP ആണ്. അപ്പോൾ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ വളരെ സമർത്ഥമാണ്. നല്ല രാഷ്ട്രീയക്കാരനുമായിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡൻ്റായത്. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, താൻ ആസ്മയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കണം. എന്നെ മദ്രാസ് മെഡിക്കൽ കോളേജ് ചേർക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടതാണ്. എനിക്കതിന് കഴിഞ്ഞില്ല, താനൊന്ന് ശ്രമിച്ചു നോക്കുക എന്ന് പറഞ്ഞു. അത് എന്താ പറയുക, ഒരു വലിയ ആവേശമായി തോന്നി എനിക്ക്. നല്ല കാര്യം. അപ്പോൾ അതിന് ശേഷം ഈ ശ്വാസം മുട്ടായി വരുന്ന രോഗികളെയൊക്കെ ഒരു നിരീക്ഷണം നടത്താൻ തുടങ്ങി. അത് ചിലവില്ലാത്ത കാര്യമാണ് നിരീക്ഷണം നടത്തുന്നത്. അപ്പം ഈ മനഃശാസ്ത്രപരമായ കാര്യങ്ങളിൽ എനിക്ക് പണ്ട് തൊട്ടേ ഒരു ചെറിയ താല്പര്യമുണ്ട്. അത് അങ്ങനെ ഉണ്ടായതൊന്നും എനിക്കറിയില്ല. ഒരു ദിവസം കോളേജിൻ്റെ OPയിലിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഒരു പെൺകൊച്ചായിട്ട് വന്നു. അപ്പോൾ ഭാരതപ്പാട് തീരത്ത ആയുർവേദ കോളേജ്. എന്നോട് പറഞ്ഞു, ഇവളെ കുളിപ്പിക്കാൻ മേല, കുളിപ്പിച്ചാൽ ഉടനെ പനി, ചുമ, വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൾക്ക് മാറ്റി നിർത്താം. എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇവളെ നാളെ തൊട്ട് കൊണ്ടുപോയിട്ട് ഭാരതപ്പുഴയ്ക്ക് പോയി മുക്കി കുളിപ്പിക്കും, എന്നിട്ട് 4 ദിവസം കഴിച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു.
ഇവർക്ക് പനി വന്നില്ല, ചുമ വന്നില്ല. അത് വലിയൊരു അത്ഭുതമായി ആ നാട്ടുകാർക്ക്. അപ്പോൾ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ ഈ ഒരുപാട് രോഗങ്ങളിൽ സ്വാധീനം ചെലുത്താതെ ആസ്മയുടെ രോഗത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ആസ്മയിൽ കണ്ടെത്താൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യം ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആസ്മ രോഗി വരുമ്പോൾ നമ്മളൊരു കുറിപ്പടി കൊടുക്കുന്നു. ഈ കുറിപ്പടി ഇവർ കൊണ്ടുപോകും. പ്രത്യേകിച്ച് ജോലി ചെയ്തിരുന്ന കാലത്തൊക്കെ കുറിപ്പടിയാണ്. രണ്ടാമത്തെ വരവ് വന്നിട്ട് പറയും വളരെ നല്ല സുഖം, എന്തൊരു ആശ്വാസമാണെന്ന് പറയും. വീണ്ടും അതിന് കഴിക്കാൻ പറയും. മൂന്നാമത്തെ വരവിന് വരെ ഭാഷ മാറും. അല്ല, ഇടയ്ക്കൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായി കേട്ടോ. അതാണ് അവരുടെ ആ മറുപടി. ഇടയ്ക്കൊക്കെ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ മരുന്നുകളിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി കൊടുക്കും. പക്ഷേ ഇവർ സ്ഥിരമായി പിന്നെ പറയുന്ന ഭാഷയുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഭാഷയാണ്. അതായത് ആദ്യം തന്ന മരുന്നുകളുണ്ടല്ലോ, അത് വളരെ എഫക്റ്റീവായിരുന്നു. ഇത് ഒരുപാട് രോഗികൾ ആവർത്തിച്ചപ്പോൾ ഇതിലെന്തോ സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഭൂരിഭാഗം പേരും പറയുന്ന ഭാഷയാണ്. ആദ്യം തന്ന മരുന്നുകളുണ്ടല്ലോ, അത് ഒരുപാട് എഫക്റ്റീവായിരുന്നു, ഹൈലി എഫക്റ്റീവായിരുന്നു എന്ന് പറയാം. പിന്നെ എഫക്റ്റ് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഈ അവിടെയാണ് ഞാൻ വേറൊരു ട്രയൽ നോക്കിയത്. ഈ ആസ്മ രോഗികൾ വരുമ്പോൾ അവർക്ക് ആസ്മയുടെ ഒരു മരുന്നും കൊടുക്കില്ല, വളരെ ലളിതമായ വേറെ എന്തെങ്കിലും മരുന്ന് കൊടുക്കും. ഈ അവരും ഇതിൻ്റെ ഭാഷ രണ്ടാമത്തെ വരുമെന്ന് പറയും നല്ല സുഖമുണ്ട്. ഇവർ കുറേ കഴിയുമ്പോൾ പറയും ആദ്യത്തെ മരുന്നുകൾക്ക് വളരെ എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മരുന്നുകളല്ല ഇവിടെ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇതിനേക്കാൾ വളരെ രസകരമായൊരു കഥ, ഞാൻ ചില ആശുപത്രികളിൽ ഒരു സർവേ നടത്താൻ പോയി. ഏത് സമയത്താണ് ആസ്മ രോഗികളുടെ അഡ്മിഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്? അതൊരു വിലപ്പെട്ട അറിവായിരുന്നു. ഒക്കെ പാതിരയ്ക്കാണ്. ഇവർ നമ്മുടെ ആസ്മ രോഗികൾ പകലൊക്കെ ഗംഭീരമായിട്ട് അവർ ജോലിയായിട്ട് പോകും. രാത്രി ആഹാരം കഴിച്ച് അവർ കിടക്കാൻ പോകും. കിടന്നാൽ ഈ മുറിക്കകത്ത് അലർജി ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇന്നത്തെ വൈദ്യശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച്, വൈദ്യശാസ്ത്ര അറിവുകളനുസരിച്ച് അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ഇവരൊക്കെ സുഖമായിട്ട് ഉറങ്ങും. ഉറങ്ങിയിട്ട് ഒരു ഉറക്കം കഴിയുമ്പോൾ തൊണ്ടയിലൊരു അസ്വസ്ഥത, ചാടി എഴുന്നേറ്റങ്ങ് വലിക്കുകയാണ്, ഗംഭീര വലുവാ. പിന്നെ ഇത് ബഹുഭൂരിപക്ഷം രോഗികളിൽ സംഭവിക്കുന്നത് ഒരു കൃത്യസമയത്താണ്. ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട്, ആ സമയത്തേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറം പോവില്ല. ഈ കൃത്യസമയത്ത് ഒരു ഉറക്കം കഴിയുമ്പോൾ ഇവിടെ ആരെങ്കിലും അലർജി ഉണ്ടാകാൻ എന്തെങ്കിലും കൊണ്ടുവന്നു കേട്ടോ? ഇല്ല. അപ്പോൾ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം അലർജി അല്ല എന്നുള്ളതിന് ഇതിൽ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമില്ല. പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാം, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും തെറ്റാം. ഈ കടുത്ത ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന രോഗിയേക്കാൾ ബുദ്ധിമുട്ട് കണ്ടു നിൽക്കുന്നവർക്കാണ്. കാരണം അതുപോലത്തെ വലുവല്ലേ വലിക്കുന്നേ. ഈ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു വാഹനം വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടിൻ്റെ തീവ്രത കുറയും. എല്ലാവരും അല്ല, ബഹുഭൂരിപക്ഷം പേരിലും. ഈ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആശുപത്രിയിലേക്കാണ് പോകുന്നത്, ഇതിൻ്റെ തീവ്രത കുറഞ്ഞുകൊണ്ടിരിക്കും. പല രോഗികളിലും ആശുപത്രിയിലെത്തുമ്പോൾ ശ്വാസം മുട്ടിൻ്റെ ശമനം കിട്ടിയിരിക്കും. എന്നാലും അവിടുന്ന് മരുന്ന് കഴിച്ചൊരു കുത്തിവയ്പ്പ് കിടന്ന് പോരാറാണ് പതിവ്. ഇത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ ഏത് ഡോക്ടറെ കണ്ടാലും ആദ്യം കിട്ടുന്ന മരുന്നുകൾക്ക് നല്ല ഫലം ഉണ്ടാകുക, ഈ ആശുപത്രി പോകാൻ വണ്ടി നിന്ന് നല്ല തീവ്രത കുറയുക. ഇതിനേക്കാളൊക്കെ രസകരമായ കഥ, ഈ രാത്രി ഇവർ ഉറങ്ങാതെ എന്തെങ്കിലും പരിപാടിയില്ലാന്ന് വയ്ക്കുക, ശ്വാസമുട്ടലുണ്ടാവില്ല. അത് എൻ്റെ അടുത്ത് പണ്ട് വന്നിരുന്നൊരു സ്വർണ്ണപ്പണിക്കാരൻ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വർക്ക്ഷോപ്പ്, പണിശാല റോഡിൻ്റെ പക്കത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാത്രി ഉറക്കമൊഴിഞ്ഞിട്ട് ചില ദിവസം പണിയെടുക്കേണ്ടി വരും, ഒരു പ്രശ്നവുമില്ല. കാരണം റോഡ് പക്കത്താണ്, പൊടിയുണ്ട്. വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ എഴുന്നേറ്റ് ശ്വാസം മുട്ടും. അപ്പോൾ ഞാനീ പറഞ്ഞത് സത്യമാണ് എന്ന് അവർ സമർത്ഥിക്കുകയായിരുന്നു. ഇത് നമ്മളാരും ചർച്ച ചെയ്യാറില്ല ഇത്തരം കാര്യങ്ങൾ. വേറൊരു രസകരമായ കാര്യം, ഇതൊരു മഹാരോഗമായിട്ടാണ് നമ്മൾ വൈദ്യശാസ്ത്രം ജനങ്ങളെല്ലാം കണക്കാക്കുന്നത്. മഹാരോഗമാണ് ഇത്. രോഗമുള്ളവരെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല രോഗികൾ, മറ്റുള്ളവർ. ഒരു പെൺകുട്ടിക്ക് ആസ്മയാണെന്ന് അറിഞ്ഞാൽ തൽക്കാലം വിവാഹം മാറ്റി വെക്കേണ്ടി വരും.
അത്ര മഹാരോഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇല്ലാത്ത രോഗത്തിൻ്റെ പുറകിലാണ് ഈ പുകയിലൊക്കെ. ഈ മഹാരോഗം എന്ന് പറയുന്ന ഈ രോഗികളെ ഏത് പരിശോധനകൾക്ക് വിധേയമാക്കിയാലും ഈ റിസൾട്ട് നോർമലാണ്. അതിൻ്റെ അർത്ഥം ഈ രോഗിയുടെ ശരീരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ പ്രശ്നം ഉണ്ടാകുന്നത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഇത് നമ്മൾ കഫക്കെട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഈ കഫം എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാകാൻ പറ്റുന്ന സാധനമല്ല. അത് വളരെ പതുക്കെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സെക്കൻഡ് കൊണ്ട് അത് ഇല്ലാതാകാനും പോകുന്നില്ല. ഈ കടുത്ത ശ്വാസം മുട്ടുള്ള രോഗി ആശുപത്രി കൊണ്ടുപോയിട്ട് ഒരു കുത്തിവെപ്പ് എടുത്താൽ സിറിഞ്ച് എടുക്കുന്നതിന് മുമ്പ് അവർ ശ്വാസം മുട്ട് മാറും. അതുപോലെ കമ്പ്യൂട്ടറാണോ ഇത്ര പെട്ടെന്ന് മാറാൻ? ഇത് വളരെയേറെ എന്താ പറയുക, ഞാൻ ഒരുപാട് മെനക്കെടുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ അറിവുകൾ ഇത് കിട്ടും. ഇതിന് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ വേറൊരു തമാശ എനിക്ക് തോന്നിയത്, ഈ കടുത്ത ശ്വാസം മുട്ടിയിട്ട് ചില രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട് പകല്. അപ്പം ഞാൻ ഈ ചില മുട്ടായികളുണ്ടല്ലോ, നമ്മുടെ പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ എല്ലാ സ്റ്റേഷനിൽ കടയിൽ കിട്ടുന്ന ചില മുട്ടായി കണ്ട നല്ല ഗുളിക, നല്ല കളർഫുൾ ടാബ്ലറ്റ് ആണ് തോന്നുന്നു. ഈ ഗുളിക എടുത്തിട്ട് പൊക്കി പിടിച്ച് രോഗിയോട് പറയും, 2 മാസമായിട്ടുള്ള ഈ സാധനം മാർക്കറ്റിൽ ഇറക്കിയിട്ട് 3 മിനിറ്റ് കൊണ്ട് ശ്വാസം മുട്ട് മാറും. ഏത് കടുത്ത ശ്വാസം മുട്ടാകും കഴിച്ചോ എന്ന് പറയും. കഴിച്ചാൽ 3 മിനിറ്റ് കൊണ്ട് ശ്വാസം മുട്ട് മാറും. ഇത് വീടുകളിൽ ട്രൈ ചെയ്യാവുന്നതാണ്. 3 മിനിറ്റ് കൊണ്ട് മാറിയിരിക്കും. എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഈ ഒരു കുറച്ച് പ്രായമായ ഒരാൾ എന്നോട് പറഞ്ഞു, ഓ പിടിച്ച് കെട്ടിയ പോലെയല്ലേ നിന്ന്, അത്ഭുതമാണ് കേട്ടോ ഈ മരുന്നെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹോമിയോപ്പതിക്കാരും പ്ലാസിബോ എന്നൊക്കെ പറയുന്നതിൻ്റെ സംഭവമാണിത്. ഈ ഇല്ലാത്ത രോഗത്തിൻ്റെ പുറകെ നമ്മൾ ഈ ശ്വാസം മുട്ടുള്ള രോഗിയെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ചില ഡോക്ടർമാർ പറയും എന്താണ് അലർജി എന്ന് സ്വയം കണ്ടുപിടിക്കണം. എന്താ ഒരു ആശുപത്രി പോകേണ്ട കാര്യമുണ്ടോ? ഈ കാര്യം നമ്മൾ സ്വയം കണ്ടുപിടിക്കാമെങ്കിൽ രോഗികൾക്ക്, അപ്പോൾ രോഗിയോട് പറയേണ്ടതല്ല, രോഗി കേൾക്കണം ആഗ്രഹിക്കുന്നതല്ല. ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. വേറൊരു എല്ലാവർക്കും അനുഭവമുള്ളൊരു കഥ, ഈ ശ്വാസം മുട്ടുള്ള കുട്ടികളടക്കം തീർത്ഥാടനം, ഉല്ലാസയാത്ര, ശ്വാസം മുട്ടില്ല, ഈ കെട്ടിടുന്ന നിലയിൽ വെച്ച് പോയി അല്ലെങ്കിൽ ടൂർ പോയി തിരിച്ച് വന്നിട്ടേ ഒരു വീട്ടിലെത്തിയിട്ട് ശ്വാസം മുട്ടു. ഇതിൻ്റെ കലാപരിപാടി ഏറ്റവും കൂടുതൽ നടക്കുന്നത് വീട്ടിലാണ്, പുറത്തല്ല. പുറത്ത് കലാപരിപാടി വളരെ ബുദ്ധിമുട്ടാണ്. ഇതിനെങ്ങനെയാണ് മഹാരോഗമായി പറയുന്നത്? ഇതിൻ്റെ രോഗമാണെന്ന് പറയാൻ പറ്റും? വളരെ എന്താ പറയുക, നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. സാമാന്യ ബുദ്ധി വെച്ച് എല്ലാവർക്കും പരിശോധിക്കാവുന്ന കാര്യമാണിത്. ഇത് മാറാൻ ഒരു മുട്ടായി കൊടുത്താൽ ഈ മഹാരോഗം മാറുമെന്ന് പറഞ്ഞാൽ ഇതെന്ത് രോഗമാണ്? ഇത് രോഗമല്ല. പണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഗൾഫുകാരൻ എന്നോട് പറഞ്ഞൊരു ഭാഷയുണ്ട്. ഈ രോഗമുണ്ടായിരുന്ന സമയത്താണ് ഗൾഫിലേക്ക് പോകാൻ വിസ വന്നത്. ഇവിടെ നിന്നൊക്കെ കൊച്ചിയിൽ നിന്ന് വിമാനം കയറി, പിന്നെ ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അടുത്ത അവധിക്ക് കൊച്ചിയിൽ വിമാനം വന്നിറങ്ങി തുമ്പാൻ തുടങ്ങി. നോക്കൂ എത്ര രസകരമായ സംഭവമാണ് അത്. വളരെ അതുപോലെ ഈ ആസ്മാരോ, ഈ പെൺകുട്ടികൾ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് കാര്യമായിട്ട് ശ്വാസമുട്ടലുണ്ടാവില്ല. അത് പ്രസവിച്ച് കുറച്ച് നാളേക്ക് ഉണ്ടാവില്ല. കാരണം ശ്രദ്ധ മുഴുവൻ കുട്ടികളില്ല, ഈ ശ്വാസം മുട്ടലല്ല. അപ്പം ഈ രോഗം ലോകാരോഗ്യ സംഘടന ഇപ്പോഴും പറയുന്നത് ഇതിൻ്റെ കാരണം അലർജിയാണ്. ഇത് പരിഹാരം എളുപ്പമല്ല എന്നുള്ളതാണ്. തെറ്റാണത്. ഇതിന് കാരണം അലർജിയാണെന്നുള്ളതിന് ഒരു തെളിവും നമുക്കില്ല. അലർജി അല്ലെന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. അത് നമ്മൾ വിശകലനം ചെയ്യുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. അങ്ങനെ ഇതിൻ്റെ പുറകെ പോയിട്ട് 1987 ആയപ്പോൾ മനസ്സിലായി ഇത് 2 മണിക്കൂർ ഒരു ചർച്ച നടത്തിയാൽ മാറാനുള്ള വിഷയമുള്ളൂ. അങ്ങനെ ആയപ്പോൾ 88 ജോലി വേണ്ടെന്ന് വെച്ചു. ഞാനൊരു ആയുർവേദ കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഫിസിഷ്യനായിരുന്നു കോട്ടയം ബ്രാഞ്ചിലാണ്. ജോലി വേണ്ടെന്ന് വെച്ച് കോട്ടയത്ത് തന്നെ പ്രാക്ടീസ് ആരംഭിച്ചു. അത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് കുറച്ച് മാധ്യമ പ്രവർത്തകരാണ്. കാരണം ഞാൻ എഴുതി കൊടുക്കുന്നതൊക്കെ അവർ നല്ല ലേഖനങ്ങളായിട്ട് പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വളരെ പെട്ടെന്ന് ജനങ്ങളിലത് എത്തിക്കാൻ കഴിഞ്ഞു. രോഗികൾ ധാരാളം ഒരുപാട് പേര് വന്നിരുന്നു. അങ്ങനെ 92 ഈ പുതിയ സിദ്ധാന്തത്തിലൂടെ രോഗമുക്തി നേടിയ 10 പേരെ, അതിലെ ബാങ്ക് ഉദ്യോഗസ്ഥർ, ഹെഡ് മാസ്റ്റർ, അങ്ങനെ ഒരുപാട് പേരെ, വിവിധ തലങ്ങളിലുള്ള 10 പേരെ
ഇരുത്തിയിട്ട് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തി. പിറ്റേന്ന് അത് പത്രങ്ങളിൽ വാർത്തയായിരുന്നു. വാർത്ത വന്നപ്പോൾ പ്രസിദ്ധനായ ഒരു ആയുർവേദക്കാരൻ എന്നോട് പറഞ്ഞു, തന്നെ ഞങ്ങൾ പരസ്യമായിട്ട് എതിർക്കില്ല, എതിർത്താൽ താൻ രക്ഷപ്പെടും. വേറൊരു സീനിയർ ആയുർവേദക്കാരൻ്റെ ശുദ്ധി വന്നു. അതൊരു വല്ലാത്ത, അതെ, നിങ്ങൾ ഛർദ്ദിക്കും പോലെ എനിക്ക് ഛർദ്ദിക്കാൻ അറിയില്ല. ഞാൻ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ഒരാളാണ്. വേറെ കുറച്ചുകൂടെ സീനിയറായ ഒരു കക്ഷി അരിശമുണ്ട്. ഈയിടെ മറ്റേ ആചാര്യന്മാർ പറഞ്ഞില്ലല്ലോ ആസ്മ മാറും, പിന്നെ താനാരതൊക്കെ പറയാൻ. അപ്പം അത് ലാൻഡ് ഫോളായി. ഇതിൽ കൂടെ അസഭ്യം കേട്ടൊരു കണക്കില്ല ആയുർവേദക്കാരുടെ. ഇത് ആയുർവേദ ലോബിയുടെ ആ അസ്വസ്ഥതയെ അവർക്കിതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട വേറൊരു യാഥാർത്ഥ്യം ഉണ്ടായത്. അതിപ്രഗത്ഭനായ ഒരു അലോപ്പതി ഡോക്ടർ, അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്, പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് കാണണം, ഡോക്ടർ മണി ഒന്ന് കാണണം. കയറി വന്നു. അദ്ദേഹത്തിൻ്റെ കാറിൽ ഞാൻ കയറി സാറിൻ്റെ വീട്ടിൽ ചെന്നു മുറിയിൽ അദ്ദേഹം കൈ തന്നു, ഇരിക്കാൻ പറഞ്ഞു. ആ മാന്യത, അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. അദ്ദേഹം വളരെ എന്നോട് മുഖത്തോട് ചോദിച്ചു, അല്ല, പറയുന്നത് സത്യമാണല്ലോ അല്ലേ എന്ന്. എന്തൊരു, എനിക്കത് ചിന്തിക്കാൻ വയ്യ. ആ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ആയുർവേദക്കാർ അസഭ്യം തെറിയും പറഞ്ഞപ്പോൾ, മുഖത്ത് നോക്കി പുച്ഛിച്ചപ്പോൾ, ഇത്രയും മഹത്തായ ഒരു ആയുർവേദ ഡോക്ടർ, അദ്ദേഹം അധ്യാപകനാണ്, അദ്ദേഹത്തിൻ്റെ ആ വിനയപൂർവ്വം സ്നേഹപൂർവ്വമുള്ള ആ ഒരു ചോദ്യം പറയുന്നത് സത്യമാണല്ലോ അല്ലേ എന്ന്. അതുപോലെ ഒരുപാട് അലോപ്പതി ഡോക്ടർമാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നോട്. അവർ മുഴുവൻ വളരെ സൗഹൃദത്തോടു കൂടിയായിരുന്നു. അങ്ങനെ ഇത് ഞാനൊരു പഴയ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശാസ്ത്രം എന്ന് പറയുമ്പോൾ അതിന് ചില സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ചില ആയുർവേദക്കാർ കണ്ടില്ലേ, ഞങ്ങളുടെ അടുത്ത് പ്രത്യേക മരുന്നുണ്ട്, പാരമ്പര്യമായി സിദ്ധിച്ചതാണ്, ഇത് കുറേ പരസ്യം കൊടുക്കും, ഇത് അത്ഭുത രോഗശാന്തി പ്രദാനം ചെയ്ത് കുറേ പരസ്യം കൊടുക്കാറുണ്ട്. പക്ഷേ ശാസ്ത്രത്തിൻ്റെ രീതി അതല്ല. ഒരു പുതിയ അറിവ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് പരീക്ഷണസിദ്ധമായി തെളിയിക്കണം. കാരണം തെളിവുകൾ വേണം. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറുപടി പറയണം. അപ്പം ഇതിനു വേണ്ടി ഞാൻ അന്ന് ഒരു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയെ പോയി കണ്ടു. അദ്ദേഹം പരിഹസിക്കുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചത്, എങ്ങനെ മാറുമെന്നാണ് നിങ്ങളെ പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പെട്ടി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരു മുതിർന്ന നേതാവുണ്ടായിരുന്നു. അപ്പം ഞാൻ കൊടുത്ത നിവേദനം, കവർ അദ്ദേഹം മേടിച്ചില്ല, മന്ത്രി. അപ്പോൾ കൂടെ വന്ന നേതാവ് അത് മേടിച്ചു. 2 മാസം കഴിഞ്ഞ് നേതാവിനെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തായിരുന്നു ആ കവറിനകത്തത്. നോക്കൂ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇത് കഴിഞ്ഞ ഒരു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയിട്ട് വേറെ ഗവൺമെൻറ് വന്നപ്പോൾ അതിൻ്റെ ആരോഗ്യമന്ത്രി കണ്ടു. അദ്ദേഹം ഞാൻ കൊടുത്ത കവറ് തുറന്നു പോലും നോക്കാതെ നേരെ മേശവലിപ്പ് തുറന്നായിരിക്കും അങ്ങ് വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, തൊഴുതിട്ട് പറഞ്ഞു, വലിയ വിവാദമൊന്നുമില്ലാതെ ഈ കസേരയിൽ ഇറങ്ങിപ്പോടുന്ന മോഹം ബീരോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഇതുപോലെ ഒരു കത്തം അയച്ചു. ഒരു പുതിയ അറിവ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്, അത് പരീക്ഷണസിദ്ധമായി തെളിയിക്കാനുള്ള സാഹചര്യം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. 5 രൂപ കവറിൽ, ഓർഡിനറി തപാലിൽ. 2 ആഴ്ച മറുപടിയല്ല നടപടിയോ വന്ന് സ്പീഡ് പോസ്റ്റിൽ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ അത് അനുസരിച്ച് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനാണ്. ഞാൻ ഇതുമായിട്ട് നേരെ, അദ്ദേഹം കോട്ടയത്ത് കുടമളൂർ താമസിക്കുന്നത്, അപ്പോൾ അവിടെ അടുത്താണ് MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസ് ഡിപ്പാർട്ട്മെൻറ്റ്. നേരെ അവിടെ പോയി അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ രാജഗുരുക്കളെ കണ്ടു. അദ്ദേഹം ഒരു കാര്യം ആവശ്യമുള്ളൂ, പ്രോജക്റ്റ് കൊണ്ടുവരാൻ കുഴപ്പമില്ല, പക്ഷേ ഈ രോഗത്തിന് ആഗോളം നൽകി തെളിവില്ല എന്നുള്ളതിൻ്റെ തെളിവാണെന്നു, ഈ രോഗത്തിന് പരിഹാരമില്ലെന്നുള്ള എൻ്റെ തെളിവാണെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പ്യൂട്ടറിൽ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ ഈ ആസ്മയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പഠനം നടത്തുന്ന സ്ഥാപനം എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ആസ്മ ആൻഡ് അലർജി ഫൗണ്ടേഷൻ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട് ഇതിന് പരിഹാരമില്ല. അപ്പോൾ ഇത് കൊണ്ടുകൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രോജക്റ്റ് തയ്യാറായിക്കോളും. പ്രോജക്റ്റ് തയ്യാറാക്കി കൊണ്ടുകൊടുത്തപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു ഭാഷയുണ്ട്, ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവം, നമുക്ക് തന്നെ ചെയ്യണം കേട്ടോ എന്ന്. 2 മാസം കഴിഞ്ഞു അട്ടിമറിച്ചു. ഇത് അട്ടിമറിക്കാൻ എങ്ങനെ ഇത് ഈ ഡോക്ടർ രാജഗുരുക്കർ സാറെന്ന് ഒപ്പിടുമ്പോൾ
ഡിക്ലറേഷനിൽ എഴുതിയിട്ടുണ്ട്. ഗവേഷണ കൗൺസിലിൻ്റെ എല്ലാ നിയമങ്ങളും പഠിച്ചതിന് ശേഷമാണ് ഇത് സ്വീകരിക്കുന്നത്. ഇത് അട്ടിമറിക്കാൻ നിയമം ഉണ്ടാക്കട്ടെ. അതിനുവേണ്ടി ഇവിടുത്തെ ആയുർവേദ ലോബി വലിയൊരു ഗവേഷണം തന്നെ നടത്തിയത് എങ്ങനെയൊക്കെ അട്ടിമറിക്കാമെന്ന്. നോക്കൂ, നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ഇവിടെ ഈ ഞാൻ പറഞ്ഞ 40 വർഷത്തോളം ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനായിരുന്നു. പറഞ്ഞതും കേട്ടതും കൂടുതൽ ശാസ്ത്ര ഗവേഷണമായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇതൊക്കെ തകിടം പറയും. എന്ത് ഗവേഷണം, എന്ത് ശാസ്ത്രം. ഇത് ഈ കടലാസുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ കടലാസുകളും അതിൻ്റെ പത്രവാർത്ത, അന്ന് പത്രവാർത്തകളൊക്കെ വന്നുള്ള കവർ സ്റ്റോറി വന്ന് ചില പത്രങ്ങളിൽ സപ്ലിമെൻ്റ് ഇറക്കിയിട്ടുണ്ട് പലരും. ഇതെല്ലാം കൂടെ 2016 ഇതിപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു നേട്ടമുള്ള കാര്യമല്ല, രാജ്യത്തിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ആയുർവേദ ഗവേഷണ സ്ഥാപനങ്ങൾ നടത്താൻ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശതകോടികളാണ് ഓരോ കൊല്ലം ചിലവാക്കുന്നത്. ഇത്രയും കാലം ഈ ശതകോടികൾ ചിലവായിട്ട് ഒരു പുതിയ അറിവ് ഇവർ സംഭാവന ചെയ്തിട്ടില്ല. ഇവരൊക്കെ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ച് സുഖമായി ജീവിച്ചു എന്നല്ലാതെ ഈ രാജ്യത്തിനോ ജനങ്ങൾക്കോ ആയുർവേദത്തിനോ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അവരാണ് തട്ടിമറിക്കുന്നത്. അതാണ് അതിൽ ഏറ്റവും രസകരമായ കഥ. അവരാണ് തട്ടിമറിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഞാൻ സർക്കാർ നിവേദനം കൊടുത്തപ്പോൾ അതിൽ ഒരു അനുഭവം മാത്രം. സർക്കാർ ഇത് ആയുർവേദ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഫോർവേഡ് ചെയ്തു. അദ്ദേഹം അത് പ്രഗത്ഭനായ ഒരു ആയുർവേദ കോളേജ് പ്രൊഫസർക്ക് ഫോർവേഡ് ചെയ്തു. പോയി ഡോക്ടർ എം പി ഇവിടെ പോയി കണ്ട് കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ. അടുത്ത ദിവസം അദ്ദേഹം സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ആയുർവേദ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തു. ഡോക്ടർ എം പി മണിയുടെ വീട് 2 കൊല്ലമായിട്ട് പൂട്ടിക്കിടക്കുക, ഇയാളും കുടുംബം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എങ്ങനെയുണ്ട് നമ്മുടെ നാട്. ഇവരാണ് ആയുർവേദം പഠിപ്പിക്കുന്നതും ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കുന്നതും. എത്ര ധൈര്യമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2016 ഇതിൻ്റെ എല്ലാ കടലാസുകളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് രജിസ്റ്റർ ചെയ്ത് തപാലിൽ അയച്ചു കൊടുത്തു. 2 വർഷം കഴിഞ്ഞിട്ട് മറുപടി ഒന്നും കാണുന്നില്ല. അപ്പം ഞാനൊന്ന് വിളിച്ചപ്പോൾ അവർ ആ നമ്പർ ഈ നമ്പർ കുറേ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാൻ പറഞ്ഞു. അവസാനം ഒരു നമ്പറിലെത്തി. അപ്പോൾ എന്നോട് ചോദിച്ചു പേരെന്താ? ഞാൻ എം പി മണി, എവിടെ? ഷൊർണൂർ. അദ്ദേഹം കമ്പ്യൂട്ടറിൽ അവിടെ നോക്കിയിട്ട് എന്നോട് അത് ഹെൽത്ത് സെക്രട്ടറിക്ക് അയച്ചിട്ട് അത്രയേ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞാൽ കൊള്ളാതെ. ഒരു കാര്യമില്ല, അത് ഹെൽത്ത് സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ട്. വീണ്ടും 1 വർഷം കഴിഞ്ഞു. 2019 എനിക്ക് മറുപടി കിട്ടി. ആ മറുപടി കത്തിൽ ആദ്യത്തെ വാചകം കാണും, ഈ വ്യക്തി ഒരു ഡോക്ടറാണെന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന വ്യക്തിയാണ്. ഗംഭീരമായില്ലേ? എന്നുവെച്ചാൽ വ്യാജനാണെന്ന് അർത്ഥം. ആ വാക്ക് ഉപയോഗിച്ചില്ല, അതിരുതേ ഉള്ളൂ. ഇത് വന്ന കവറുണ്ടല്ലോ, കത്ത് വന്ന കവർ ഒരു ലോങ് കവറിലാണ്, ഒരു ബ്രൗൺ കളർ. അതിൽ അഡ്രസ്സ് സർക്കാരിന് കുറ്റം പറയാൻ പറ്റില്ല. അവർ മറ്റേ മാന്യത പുലർത്തും. ഹെൽത്ത് സെക്രട്ടറി ഒപ്പിട്ട കത്താട്ടോ. ഡോക്ടർ എം പി മണി, ജില്ലാ മെഡിക്കൽ ഓഫീസർ. പോരെ? നോക്കൂ, സർക്കാർ ഒപ്പമുണ്ട്. ഇതിലും വലിയ തെളിവാണോ ഇതിനൊക്കെ? അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ പല ആയുർവേദ സ്നേഹികൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ എന്നോട് പറയുന്നത്, ഇത് അങ്ങയുടെ കാലശേഷം നഷ്ടപ്പെടരുത്, അടുത്ത തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് വല്ല കാറ്റാണ്. നമ്മുടെ സംസ്ഥാനത്ത് ആരും ഭക്ഷണവും വിശ്രമവും യാത്രയ്ക്കായിട്ട് അങ്ങനെ സുഖമായിട്ട് നടക്കുക. അല്ലാതെ നമുക്ക് എന്തിരിക്കുന്നു? നല്ലൊരു പഠിപ്പിച്ചു കൊടുത്തൊരു മോശം കിട്ടാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. നമ്മൾ കേരളത്തിൽ ഈ പ്രസംഗമേ ഉള്ളൂ, എല്ലാ രംഗത്തും വെറും പ്രസംഗം, ബാക്കി മുഴുവൻ തട്ടിപ്പും തരികടെ. അപ്പോൾ ഇതാണ് ഈ ശാസ്ത്രരംഗത്ത് എനിക്കുണ്ടായ അനുഭവം. അതും അറിയായിരുന്നു ഇത്ര നേരം. താങ്ക് യു.